ഹലോ ഗെയ്സ്, ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആയിട്ട് എല്ലാവരും അവരുടെ വാലൻറ്റൈൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിപ്പട്ടാളങ്ങളുമായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതുങ്ങൾ രണ്ടും ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടതിനാണ് ഈ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. രണ്ടുപേരും ഒരേപോലത്തെ ഇടാൻ അവർക്ക് പറ്റില്ല, അവർക്ക് മാറ്റണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കിടന്ന് ഒച്ച വെക്കുന്ന കരയുന്ന രണ്ടുപേരും കൂടി. ലാസ്റ്റ് സെറ്റാക്കി മാറ്റണ്ട എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി. നിങ്ങൾ സെറ്റാ മക്കളെന്ന് പറഞ്ഞവർ കുഴപ്പമില്ല. പോകുന്നണ്ട ഇരട്ടകൾ, ഒരമ്മ പറ്റ മക്കളെ പോലെ രണ്ടുപേരും കൂടി. അതൊക്കെയാണ് ഞങ്ങളുടെ പിള്ളേർ. ദേവുവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ബസ്സിന് ആലുവയ്ക്ക് പോയി. അവിടെ നിന്ന് വേണമെങ്കിൽ അടുത്ത ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്മൈൽ തരാൻ പറഞ്ഞപ്പോൾ ചിരിക്കണത് കണ്ടില്ലേ. അവിടെ നിന്ന് ആലുവ പ്രൈവറ്റ് സ്റ്റാൻഡിൽ വന്ന് ഞങ്ങൾ ഫോട്ടോസിലേക്കുള്ള ബസ് കയറി. അല്ല, ഷോ ഉണ്ട് പിള്ളേരെ. ഞാൻ പറഞ്ഞ എനിക്കൊരു വിലയില്ല. അതാണ് അങ്ങനെ ബസ്സിൽ സെറ്റപ്പായിട്ട്. പക്ഷെ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഒരു 2-2.5 മണിക്കൂർ ഞങ്ങൾ ആ ബസ്സിൽ പോസ്റ്റായിരുന്നു. പിള്ളേരൊക്കെ മടുത്ത് ഇത് ചത്തുകുത്തിയിരിക്കുന്നതാണ് ഇതുങ്ങളൊക്കെ. വണ്ടിയിലെ ഡ്രൈവറാണെങ്കിൽ എവിടെ വള്ളി ഉണ്ടെങ്കിലും അവിടെ നിർത്തി വള്ളിയെല്ലാം സോൾവ് ചെയ്തിട്ടേ വരത്തുള്ളൂ. ആ ഷിപ്പ് കൊള്ളാമല്ലേ, നല്ല രസം. അച്ചുവും ആൽവിനും എല്ലാം ഉറങ്ങി. അവർക്ക് ഉറക്കം വരിക, അവർക്ക് ഉറങ്ങാറായി. ലാസ്റ്റ് അങ്ങനെ സ്ഥലമെത്തി. പിന്നെ കുറച്ച് ഷോപ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല, വില ചോദിക്കുക, തിരിച്ച് നടക്കുക, അത് തന്നെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ബീച്ചിലേക്ക് ഒത്തിരി നടക്കാൻ ബസ് ഇറങ്ങിയിട്ട് കുറേ നടന്നു. അങ്ങനെയാണ് ബീച്ചിലെത്തിയത്. മാപ്പുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടല്ല, ഞങ്ങൾ എവിടെയൊക്കെ ചെന്ന് വിട്ടേനെ. അങ്ങനെ ബീച്ചിലെത്തി. ആ പ്രാവ് പറക്കണതാണ് നല്ല രസമല്ലേ. ഇതിനെ പറത്തൊന്നും നോക്കിയിട്ട് പറക്കുന്നില്ല. പറന്നു. അങ്ങനെ ഒരു ഫോട്ടോയ്ക്ക് ഒരു വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അനുസരണയില്ലാത്ത പിള്ളേര്. പിന്നെ ആസ് യൂഷ്വൽ എൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഇങ്ങനെ ബീച്ചിനോട്ട് നോക്കി നിൽക്കുന്ന തിരമാലകളെ നോക്കി നിൽക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നല്ല ഇവളാട്ടോ ഞങ്ങളുടെ അനീറ്റ. പിന്നെ മാങ്ങ മേടിച്ച്, പൈനാപ്പിൾ മേടിച്ച്, ഉപ്പിലിട്ട് നല്ല ടേസ്റ്റായിരുന്നു. മാങ്ങയൊക്കെ ആണെങ്കിലും അപ്പച്ചൻ ടേസ്റ്റൊക്കെ നോക്കാൻ ആദ്യം തന്നു കേട്ടോ. അങ്ങനെ ആരും തരുന്നത് ഞാൻ കണ്ടിട്ടില്ല, പുള്ളി തന്ന്. എന്താണെന്നറിയില്ല, പാവം. മാങ്ങയാണ് ഞാൻ ആദ്യം ട്രൈ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. മാങ്ങ കഴിച്ച ഉടനെ 4 ഫ്രൂട്ടി വാങ്ങി, പുറകെ ഒരു ഐസ്ക്രീം വാങ്ങി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറേ പെയിൻറ്റിങ്സും, ലീഫിൻ്റെ പെയിൻറ്റിങ്സും. ഈ മലയുടെ സൗണ്ട് നല്ല രസമുണ്ട് കേൾക്കാൻ. അതിലൊക്കെ കുറച്ച് നേരം കൊട്ടി നിന്ന് പിന്നെ ഓട്ടോയ്ക്ക് ഞങ്ങൾ ചെങ്കാറിൻ്റെ അടുത്തേക്ക് പോയി. അതിൻ്റെ ഓട്ടോയ്ക്ക് കയറിയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ചെങ്കാറിലെല്ലാം കയറി. ഞാൻ സൈഡ് സീറ്റ് പിടിച്ച്. അങ്ങനെ ചെങ്കാറിലെല്ലാം കയറിയിരുന്ന് നല്ല രസം. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ